നമസ്കാരം. എൻ്റെ കുഞ്ഞു ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളിയുടെ ഉത്ഭവം എങ്ങനെയെന്ന് നമുക്കിന്ന് നോക്കാം. ഒരു കഥയുടെ നാടകരൂപത്തിലുള്ള അവതരണമാണ് കഥകളി. 17-ാം നൂറ്റാണ്ടിൽ കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിക്ക് ജന്മം നൽകിയത്. കഥകളിയിൽ ആദ്യമായി രാമായണ കഥ 8 ഖണ്ഡങ്ങളാക്കി അവതരിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്നും കൃഷ്ണനാട്ടത്തിൻ്റെ ചുവട് പിടിച്ച രാമനാട്ടം എന്നാണ് കഥകളിയെ തുടക്കത്തിൽ വിളിച്ചു പോന്നിരുന്നതെന്നും കൂടി ചരിത്രങ്ങൾ പറയുന്നു. കഥകളിയിൽ കേരളത്തിൽ വളരെ കാലങ്ങൾക്ക് മുൻപേ നിലവിലുണ്ടായിരുന്ന തെയ്യം, തിറ, കൂടിയാട്ടം, മോഹിനിയാട്ടം, ദാസിയാട്ടം, പടയണി, ചാക്യാർകൂത്ത് തുടങ്ങിയ നാടനും ക്ലാസിക്കലുമായ പല കലാരൂപങ്ങളുടെയും ആത്മാംശങ്ങളും ശില്പകല, ചിത്രമെഴുത്ത്, സാഹിത്യം, സംഗീതം തുടങ്ങിയ ദൃശ്യ ശ്രാവ്യ ഘടകങ്ങളുമെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതിലുപരിയായ സവിശേഷതകളും ഉൾക്കൊള്ളുന്നത് കൊണ്ട് കൂടിയാവാം കേരളത്തിൻ്റെ ഈ സുന്ദര കലാരൂപത്തിൻ്റെ യശസ് കരകളും വിട്ട് കടലുകൾ താണ്ടിയത്. കൊട്ടാരക്കര തമ്പുരാൻ ജീവൻ നൽകിയതാണെങ്കിൽ കൂടി 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന വേളയിൽ കോട്ടയം കേരളവർമ്മ രാജാവാണ് കഥകളിയെ ലക്ഷണമൊത്ത ഒരു കലാരൂപമായി അണിയിച്ചൊരുക്കിയത്. ഇദ്ദേഹത്തെ കൂടാതെ തിരുവിതാംകൂർ രാജാക്കന്മാരായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ്, അശ്വതി തിരുനാൾ മഹാരാജാവ് തുടങ്ങിയ മഹാപ്രതിഭകളും കഥകളിയുടെ വളർത്തച്ഛന്മാരിൽ തിളക്കമുറ്റവരാണ്. കാർത്തിക തിരുനാളിനും തൊട്ടു മുമ്പോ അദ്ദേഹത്തിൻ്റെ കാലത്തോ ജീവിച്ചിരുന്ന ഉണ്ണായി വാര്യരെയും, ഇദ്ദേഹം നളചരിതം ആട്ടക്കഥയുടെ രചയിതാവ് കൂടിയാണ് ഉണ്ണായി വാര്യർ, ഈ വേള സ്മരിക്കേണ്ടിയിരിക്കുന്നു. കീചകവധം, ഉത്തരാസ്വയംവരം, ദക്ഷയാഗം എന്നീ ആട്ടക്കഥകളുടെ രചയിതാവായ ഇരിയമ്മൻ തമ്പി ആ സൃഷ്ടികളിലൂടെ കഥകളിക്ക് നൽകിയ സംഭാവനയും വിലമതിക്കാനാകാത്തതാണ്. ഇനി നമുക്ക് കഥകളിയിലെ കുറച്ച് വേഷങ്ങൾ പരിചയപ്പെട്ടാലോ. പച്ച നിറത്തിൽ അവതരിപ്പിക്കുന്ന വേഷങ്ങൾ പാണ്ഡവന്മാർ, ഇന്ദ്രൻ, നളൻ തുടങ്ങിയ സത്വഗുണ സമ്പന്നമായ കഥാപാത്രങ്ങൾക്കാണ് പച്ചവേഷങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത്. കത്തി വേഷങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് ദുര്യോധനൻ, രാവണൻ, കീചകൻ തുടങ്ങി നന്മതിന്മകൾ ചേർന്ന കഥാപാത്രങ്ങളാണ് ഈ വിഭാഗത്തിൽ പെടുന്നത്. കത്തി വിഭാഗത്തിൽ തന്നെ നെടുങ്കത്തി, കുറുങ്കത്തി എന്നീ 2 വിഭാഗങ്ങളുണ്ടായിരുന്നു. താടി 3 വിഭാഗമുണ്ട് കേട്ടോ. വെള്ളത്താടി, അതിലുദാഹരണം വിപിതൻ, ഹനുമാൻ തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെ വെള്ളത്താടിയിലാണ് അവതരിപ്പിക്കുന്നത്. ചുവന്ന താടി, ഉദാഹരണം ദുശാസനൻ, ബഗൻ, ത്രികർത്തൻ തുടങ്ങിയ കഥാപാത്രങ്ങളാണ്. കറുത്ത താടി, ഉദാഹരണം കലിയാണ്. കരി, കാട്ടാളന്മാർക്കാണ് കരിവേഷം ഉണ്ടാവുക. കാട്ടാളത്തികൾ പെൺകരി എന്ന് അറിയപ്പെടുന്നു. ഇനി മിനുക്ക്, ബ്രാഹ്മണൻ, ദൂതൻ, മുനിമാർ, സ്ത്രീകൾ, മലൻ തുടങ്ങിയവർക്കാണ് മിനുക്ക് വേഷം. സുപ്രധാന കത്തിവേഷങ്ങൾക്കും മറ്റും ചായം തേപ്പിലും വേഷവിധാനത്തിലും സാധാരണ കത്തിവേഷങ്ങളിൽ നിന്നും പ്രകടമായ വ്യത്യാസം ഉണ്ടാകും. ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നിവയാണ് കഥകളി അരങ്ങിൽ ഉപയോഗിക്കപ്പെടുന്ന വാദ്യോപകരണങ്ങൾ. കേവലം 1-2 വർഷങ്ങൾ കൊണ്ട് നിസ്സാരമായി നേടിയെടുക്കാവുന്നതല്ല കഥകളിയുമായി ബന്ധപ്പെട്ട മൂല്യവത്തായ അറിവുകൾ. ഒരു നല്ല നടനാവാൻ ഒരാൾക്ക് 12 വർഷത്തോളം ചിട്ടയോടുകൂടിയ അഭ്യാസനം ആവശ്യമാണ്. എൻ്റെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.